ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ഡിന്നർ റെസിപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മധുര സ്പെഷ്യൽ ബൺ പൊറോട്ട. മധുരയിൽ മാത്രം കൂടുതലായിട്ട് മധുരയിൽ കാണുന്ന ഒരു ഡിഷാണിത്. അവിടെ ഹോട്ടലുകളിലൊക്കെ ഇത് വളരെ ഫേമസ് ആണ്. ഇതിന് സൈഡ് ഡിഷായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് സേലം സാൽനയാണ്. ഇത് സേലത്താണ്. ഇത് കൂടുതൽ സേലത്ത് കടകളിലൊക്കെ ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ബൺ പൊറോട്ടയ്ക്ക് സൈഡ് ഡിഷായിട്ട് അവർ കൊടുക്കുന്നത് ഈ സാൽനയാണ്. ഇത് രണ്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും നന്ദി. നമുക്കിനി ബൺ പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു 1/2 കപ്പ് പാല്, റൂം ടെമ്പറേച്ചറിലെ പാല് തന്നെ ഒഴിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോടനെ ഒഴിക്കാൻ പാടില്ല. പാലൊഴിക്കാം. പാലിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 കപ്പ് മൈദപ്പൊടി. മൈദ ഇഷ്ടമല്ലാത്തവർക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാം. പക്ഷെ മൈദ കൊണ്ട് ഉണ്ടാക്കി കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇത് ഏകദേശം ഒരു 300 ഗ്രാം മൈദ വരും. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. കൈ കൊണ്ട് തന്നെ കുഴച്ചാല് ശരിയായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് കുഴയ്ക്കണം. കുഴച്ചിട്ട് നല്ല ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കണം. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇടയ്ക്ക് ചെറിയ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. എനിക്ക് മഴ പെയ്യുന്നതിന് സൗണ്ടാണ് കേൾക്കുന്നത്. നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം കൈ കൊണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം. ഇനി നന്നായിട്ട് വീണ്ടും കുഴച്ചെടുക്കണം. ഏകദേശം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് ഒരു 2 മണിക്കൂർ മാറ്റി വെക്കാം. നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. നമുക്കൊരു അടപ്പ് വെച്ച് മൂടി ഒരു 2 മണിക്കൂർ നമുക്ക് മാറ്റിയില്ല. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തായിട്ട് നമുക്ക് ബൺ പൊറോട്ടയ്ക്ക് ഒരു കറി ഉണ്ടാക്കാം. ഇതിന്റെ പേര് സേലം സാൽന എന്നാണ്. അപ്പൊ ചോദിക്കും സേലം സാൽന എന്ന് വെച്ചാൽ എന്താണ്? സേലത്ത് ഈ തെരുവോര കടകളിലൊക്കെ പൊറോട്ടയൊക്കെ വാങ്ങിക്കുമ്പോൾ അവരൊരു കറി ഒഴിച്ചു കൊടുക്കും. ആ കറിയുടെ പേരാണ് സാൽന എന്നാണ് അതിന് പറയുന്നത്. ആ സേലം സാൽനയാണ് ഇന്ന് ഞാനിവിടെ പൊറോട്ടയ്ക്ക് കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പി വെച്ച് തീ കത്തിക്കാം.
നമുക്ക് 3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ എണ്ണ. ചൂടായി. ഇതിലേക്ക് നമുക്ക് ഒരു 2 കഷ്ണം പട്ട, ഒരു സ്റ്റാർ, ഒരു 3-4 ഗ്രാമ്പു. ഇത് കൽപ്പാശി എന്ന് പറയുന്ന ഒരു മസാലയാണിത്. അതും കൂടി ഇട്ട് കൊടുക്കുക. അത് പൊട്ടിയ ഉടൻ തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നമുക്ക് നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ കളർ ആവുന്നത് ഉള്ളി വഴറ്റി കൊടുക്കും. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 4 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നല്ലപോലെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഈ പുതിന കൊത്തമല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴണ്ടി വരണം. ഇതിനായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വഴണ്ടി വരണം. നന്നായിട്ട് വഴണ്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്നല്ല, ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. വീണ്ടും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ വഴറ്റി അതിൻ്റെ ഒരു പച്ച വാസന പോണ വരെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് വഴണ്ടി വരണം. അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു ടീസ്പൂൺ കടലമാവ് എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയില്ലാതെ എടുക്കണം. അതിനകത്തുനിന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അത് ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക്. കടലമാവിന്റെ പൊടി കലക്കി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തവി വെച്ച് ഇളക്കി കൊടുക്കാം. ഇനി അത്
നന്നായിട്ട് തിളച്ച് വരട്ടെ. അടച്ചു കൊടുക്കുക, അടുപ്പ് വെച്ച് അടച്ച് നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാർ എടുത്ത് ഒരു 3-4 കഷ്ണം തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതും അതിനകത്ത് നമുക്ക് ഒരു സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പൊട്ടുകടല ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിലേക്ക് മിക്സ് ചെയ്യാം. മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് ബാക്കി അതിനകത്തിരിക്കുന്ന എല്ലാം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് പയ്യെ തിളച്ച് വരട്ടെ. അതിന് മുമ്പായിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. ചിക്കൻ മസാലയാണ് ഒരു ടീസ്പൂൺ. ഇത് നല്ല മണം കൊടുക്കും ഈ കറിക്ക്. ചിക്കൻ മസാല ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും ഇതിനകത്ത്. ഇനി ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം. മുഴുവൻ തിളച്ച് പോകരുത്. ഒന്ന് നന്നായിട്ട് ചൂടായി ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഒന്ന് പതഞ്ഞ് വരുന്നുണ്ട്, തിളച്ചിട്ടില്ല. തിളച്ച് കഴിഞ്ഞാൽ തേങ്ങ കൊത്ത് തനിത്തനിയായിട്ട് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും, അത് നന്നായിരിക്കില്ല. അതുകൊണ്ട് ഇത്രയും ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കറി ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കി കൊടുക്കും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡിയായി. ഇതാണ് സേലം സാൽന. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് നല്ല ഒരു അടയാളമൊന്നുമില്ലാതെ നന്നായിട്ട് നല്ല റൗണ്ടായിട്ട് നമ്മൾ ഉരുട്ടി വയ്ക്കണം. ഇതിങ്ങനെ അടിയിലേക്ക് ആക്കി ഉരുട്ടി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ബോള് പോലെ കിട്ടും. ഇത് ഉരുട്ടി വെച്ചു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. സാധാരണ പൊറോട്ടയ്ക്ക് നിറയെ എണ്ണ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അത്രയ്ക്കൊന്നും എണ്ണ ഒഴിച്ചിട്ടില്ല, വളരെ കുറച്ച് എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം, 1 മണിക്കൂർ നേരം വീണ്ടും ഒന്ന് കുതിരാൻ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് പൊറോട്ട പരത്തി തുടങ്ങാം. ആദ്യം കൈകൊണ്ട് നല്ലപോലെ പരത്തിയതിന് ശേഷം നമുക്ക് ചപ്പാത്തി കട്ട വെച്ച് പരത്താം. നല്ലപോലെ നൈസായിട്ട് നമുക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് നൈസായിട്ട് പരത്തി കൊടുക്കണം. നൈസായിട്ട് പരത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. എണ്ണ പരത്തി കൊടുത്തിട്ട് നമുക്ക് 2 സൈഡും
പയ്യെ ഇങ്ങനെ മടക്കാം. അതിനുശേഷം നമുക്കിതിങ്ങനെ ഒരു വിരലിങ്ങനെ അകത്തേക്ക് വെച്ച് ആ ഒരു ഹോൾ ഇട്ടിട്ട് നമുക്ക് ഇത് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് പയ്യെ പരത്തി കൊടുക്കാം. ദോശക്കല്ലിലേക്ക് വെച്ച് കൊടുക്കാം. തിരിച്ചും മറിച്ചും ചെറിയ തീയിൽ നല്ലപോലെ വേവിച്ചെടുക്കണം. കാരണം കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് രണ്ട് ഭാഗവും നന്നായിട്ട് വെന്ത് വരണം. ചപ്പാത്തി ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പരത്തിയിട്ട് വീണ്ടും ചപ്പാത്തി കട്ട വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വളരെ നേർപ്പിച്ച് പരത്തി കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് എണ്ണ പറ്റി കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ലപോലെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ എണ്ണ നമ്മൾ പുരട്ടി കൊടുക്കണം. എന്നിട്ട് ഈ രണ്ട് സൈഡും നമുക്ക് പയ്യെ മടക്കി കൊടുക്കാം. ഇനി വിരൽ വെച്ച് വേണം മടക്കാൻ. ചിലവർക്ക് വിരലിങ്ങനെ വെച്ച് മടക്കാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ളവർക്ക് വിരലിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹോള് വരും. ആ ഹോളിലിട്ടിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് പരത്തി കൊടുക്കാം.